വയനാട്ടിലെ ബ്രഹ്മഗിരി മലയുടെ താഴ്വരയിലൂടെ ഒഴുകുന്ന കാളിന്തി നദിക്കരയിലാണ് ഇരിക്കുന്നത്. നല്ല ഐസ് പോലുള്ള വെള്ളം. എന്ത് രസമുള്ളൊരു കാഴ്ചയാണെന്ന് ഇവിടെ ഇരിക്കുമ്പോൾ. ഇതുപോലെ വേണമെങ്കിൽ ചെമ്പ്രാമലയുടെ മുകളിൽ കയറി നമുക്ക് മാനസ സരോവരം കാണാം. വടക്കനാടോ ചേകാടിയിലോ ഉള്ള ഏതെങ്കിലും കാടിനുള്ളിലുള്ള വീട്ടിൽ പോയി താമസിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് മുത്തങ്ങയിലോ തോൽപ്പെട്ടിയിലോ പോയി വന്യമൃഗങ്ങളെ കാണാം. വെള്ളച്ചാട്ടങ്ങൾ വേറെയുണ്ട്, തടാകങ്ങൾ അതിലുമുണ്ട്. അങ്ങനെ കാഴ്ചകൾ എല്ലാം ഒരുക്കി വയനാട് നമ്മളെ വിളിക്കുകയാണ് സ്നേഹത്തോടെ. വയനാട് മാസങ്ങളോളം നിൽക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ വെക്കേഷൻ ജോലി ചെയ്ത് മാസങ്ങളോളം ജോലി ചെയ്ത് ഓഫീസിൽ തന്നെ ഇരിക്കാതെ ജോലി ചെയ്ത് പോകാൻ പറ്റുന്നതിന് പറ്റിയ കേന്ദ്രമാണ് വയനാട്. വെഡിങ് ഡെസ്റ്റിനേഷൻ, ദൂരത്തുള്ളവർക്ക് വിവാഹം നടത്താൻ പറ്റിയ സ്ഥലമാണ് വയനാട്. തുടങ്ങി ലോക ടൂറിസത്തിൻ്റെ പുതിയ ട്രെൻഡ് എന്തൊക്കെയാണോ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് വയനാട്. ഇപ്പോൾ ഉള്ളൊരു പുതിയ ട്രെൻഡാണ് ഡ്യൂപ്പ് ടൂറിസം. അതായത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം, നല്ല തിരക്കുള്ള ടൂറിസ്റ്റ് കേന്ദ്രം ഒഴിവാക്കി ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പോകുക. അതിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് വയനാട്. ഞാനത് നിയമസഭയിലും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നിലയിൽ വയനാട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ കപ്പിത്താനാക്കാൻ പറ്റിയ ഇടമാണ്. ആ നിലയിൽ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ, എല്ലാവരും യോജിപ്പിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് റിസൾട്ട് വന്ന് തുടങ്ങുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാട് ജില്ല രൂപം കൊണ്ടതിന് ശേഷമുള്ള സർവ്വകാല റെക്കോർഡ് സഞ്ചാരികൾ. വയനാട്ടിൽ വരാത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും വയനാട്ടിലേക്ക് ക്ഷണിക്കുക. വയനാട്ടിലെ വനസൗന്ദര്യം ആസ്വദിക്കാൻ നമ്മൾ ആദ്യം പോകുന്നത് മുത്തങ്ങയിലേക്കാണ്. നല്ല തണുപ്പാണ് രാവിലെ തന്നെ. നമ്മൾ രാവിലെ മുത്തങ്ങ കാട്ടിലേക്ക് പോവുകയാണ്. മുത്തങ്ങ കാട്ടിൽ എന്ന് പറഞ്ഞാൽ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ് പോകുന്നത്. മൃഗങ്ങളെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് പലർക്കും. ആനയും കാട്ടുപോത്തിനെയും അതുപോലെ തന്നെ ചില സമയത്ത് പുള്ളിപ്പുലിയൊക്കെ കണ്ട ആളുകളുണ്ട്. ഏതായാലും ആ ഭാഗ്യപരീക്ഷണത്തിന് നമ്മളും പോകുന്നു. നമുക്കൊന്ന് പോയിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമായിരിക്കും. വാ. മുത്തങ്ങ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 350 രൂപയാണ് ബസ്സിൽ പോകുന്നതിന് കൊടുക്കേണ്ടത്. നമുക്ക് 4 ആളുകൾ ചേർന്ന് ഒരു ജീപ്പിൽ പോകണമെങ്കിൽ 2100 രൂപ കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു ചാർജ്. ആക്ച്വലി ഇവിടെ എന്ന് പറയുന്നത് ഒരു ഡെസേഡസ് ഫോറസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ഇലപുഴയും കാടാണ് പ്രത്യേകിച്ച് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വന്യജീവികളും കാടുകളുമാണ് ഇവിടെ പ്രത്യേകിച്ച് കാണുക. നമുക്ക് വന്യജീവികളെ കാണാൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഇവിടെ വരുന്നവർ ഇവിടെ ആസ്വദിക്കേണ്ടത് ഇവിടുത്തെ കാടിനെക്കുറിച്ചാണ്. കാടിനെക്കുറിച്ച്, അതിൻ്റെ ഫ്ലോറയെക്കുറിച്ച്, അതിൻ്റെ ഫോണയെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ധാരാളം പേര് വരുന്നതും കാണുന്നതും. ഇതിൽ ഓരോ കാലത്ത് വന്നാലും അതിൻ്റേതായ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. മഴക്കാലത്ത് വന്നാൽ വേറൊരു ഭംഗിയായിരിക്കും, ഈ സമ്മർ സീസണിൽ വന്നാൽ വേറൊരു ഭംഗിയായിരിക്കും, ഈ വിൻ്ററിൽ വന്നാൽ വേറൊരു ഭംഗിയായിരിക്കും.
അപ്പോൾ പല കാലത്ത് വരുമ്പോഴും അതിൻ്റേതായ ഭംഗികൾ നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും. ഞങ്ങളിന് മുന്നേ വയനാട് വന്നിട്ടുണ്ട്, പക്ഷേ ഈ ജംഗിൾ സഫാരി ആദ്യമായിട്ടാണ് ഞങ്ങളും ചെയ്യുന്നത്. അപ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്തായാലും കാട്ടിൽ തന്നെ മൃഗങ്ങളെ കാണുക പറയുന്ന ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ്. സൂല് കാണുന്ന ഒരു സൗണ്ട്, സൗണ്ട്, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഭയങ്കര നല്ല. ഇവിടെ എന്ന് പറയുന്നത് ബന്ദിപ്പൂര്, മുതുമലൈ, പിന്നെ നാഗർഹോളെ ഈ റിസർവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന എല്ലാതും ഇവിടെയും കാണും. കാരണം കർണാടകയുമായി ഏരിയ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ടൈഗർ, ലെപ്പേർഡ്, ജാഗർ പോലത്തെ എല്ലാ മൃഗങ്ങളും, അതുപോലെ തന്നെ ചെന്നായ്, പിന്നെ കരടി, എല്ലാ മൃഗങ്ങളും ഇവിടെ ഉണ്ട്. പല ആളുകളും പല മൃഗങ്ങളെയും കാണാറുണ്ട്. അത് പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് അത് അവസാനം തിരിച്ചിവിടെ തന്നെ വരുന്നൊരു യാത്രയാണ്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര. ഇനി മാനന്തവാടിക്കടുത്തുള്ള തോൽപ്പെട്ടിയിലേക്ക്. തോൽപ്പെട്ടിയിലാണുള്ളത്. തോൽപ്പെട്ടിയിലുള്ള ഈ കാടിൻ്റെ ഒരു പ്രത്യേകത നല്ല അടഞ്ഞ കാടാണ്. കാടിനുള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ടൊരു പേടി തോന്നും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാട്ടിലൂടെയുള്ളൊരു ട്രിപ്പാണ് ഇനി വരാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കി നോക്കാം. ബോണസായി നമ്മൾ മുത്തങ്ങയിലും പറഞ്ഞതുപോലെ കുറച്ച് മൃഗങ്ങളെ കാണാൻ പറ്റിയ ഭാഗ്യല്ലേ. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ കീഴിൽ വരുന്ന പിന്നെ ഏരിയയാണ്. തോൽപ്പെട്ടി റേഞ്ചിൻ്റെ കീഴിൽ അത് വരുന്നത്. പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ഏരിയ ആയതുകൊണ്ട് പിന്നെ ടൈഗറിനെ സ്പോട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ വന്യജീവികൾ ആനയെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാരണം. ഈ വന്യജീവികളെ ടീസ് ചെയ്യുന്ന രൂപത്തിൽ, അവരെ എന്തെങ്കിലും ആക്രമിക്കുന്ന രൂപത്തിലോ നമ്മൾ പെരുമാറുമ്പോൾ അവരുടെ പെട്ടെന്നുണ്ടാകുന്ന വന്യജീവികളുടെ ആ ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസ്റ്റുകളാവുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ളൊരു വഴി. ഏറ്റവും എല്ലാ ടൂറിസ്റ്റുകളും ചെയ്യേണ്ടത് അതാണ്.
തോൽപ്പെട്ടി കാടിന് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഒരു കൂട്ടം ആനകൾ വന്നത്. അവർ വന്നതിന് ശേഷം 2-3 തവണ നമ്മുടെ നേരെ വന്നു. കാരണം അതിലത് കുറേ ചെറിയ ആനകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ ചാർജ് ചെയ്ത് വന്നത്. ഏതായാലും അവർ കാടിനുള്ളിലേക്ക് പോവാണ്. നമ്മളെ പേടിപ്പിച്ച് അവിടുന്ന് മാറ്റുകയാണ്. കാരണം അവരുടെ കൂട്ടത്തിലുള്ള ചെറിയ ആനകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു മൊമെന്റ് ആണ് യഥാർത്ഥത്തിൽ ചില സമയത്ത് കാടിനുള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുക. Forest was amazing. So much difference from what we know. Different plants, different looks, different feeling, and we felt like we're so close to the animals. It was amazing. I love the sound of the forest. Yes, the birds humming, singing. Yes, You just sit everywhere. there. It's all quiet and only the Yes. birds singing. Really nice. Wild dogs were eating. Yeah, wild They- dogs breakfast. eating about 5 meters Yes. away. Yeah, away. Some Yes. squirrel we saw. Yes. And the deer crossing the road. Yes, Yes, deer yes, in yes, front of a us. lot of deer. We need to come back for the elephant though, but Yes. really happy so far. കാടിന്റെ സൗണ്ട് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഭയങ്കര നല്ല പേടിച്ചാണ് ഇരുന്നത് വണ്ടിയിൽ. ഇല്ല ഇല്ല പേടിയൊന്നുമില്ല. എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര. നമ്മൾ ട്രിപ്പ് പോകുമ്പം നമുക്ക് സമാധാനമായും അതോടൊപ്പം തന്നെ സുരക്ഷിതമായും ജീവിക്കാൻ കഴിയണം, താമസിക്കാൻ കഴിയണം. അതിന് പറ്റിയൊരു സെറ്റപ്പ് അല്ലേ? എങ്ങനെയുണ്ട്? ഒരു ഹോട്ടൽ മുറി സെറ്റപ്പാണ്. പക്ഷേ ഈ സെറ്റപ്പിന് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അത് നമുക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ഇതൊരു ബസ്സായി മാറും. സുൽത്താൻ ബത്തേരിയിലുള്ള KSRTCയുടെ പ്രൊജക്റ്റാണ് ഈ കാണുന്നത്. KSRTC സ്ലീപ്പർ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. വളരെ സുരക്ഷിതമായി എന്നാൽ വളരെ ഹൈജീനോടുകൂടി നോക്കുന്ന റൂമുകൾ, ഡോർമെട്രികൾ, അത് സിംഗിൾ ഓക്യുപ്പൻസിയിലുള്ള റൂമുകൾ, അങ്ങനെയൊക്കെ എല്ലാ തരത്തിലുള്ള റൂമുകളുണ്ട്. ഈ സ്ലീപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് 3 രീതിയിലാണ്. നിങ്ങൾ ഈ കാണുന്ന ഡോർമെട്രികൾ, അതുകൂടാതെ സ്ത്രീ സൗഹൃദമായ വേറൊരു ടൈപ്പ് ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡോർമെട്രികൾ, കൂടാതെ ഫാമിലി റൂമുകൾ, അങ്ങനെ 3 രീതിയിലാണ് നമുക്കിവിടെ സ്ലീപ്പറുകൾ ഉള്ളത്. ഇതിന് നമുക്ക് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് 160 രൂപയാണ്. എന്നാൽ ഫാമിലി റൂമിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് 1000 രൂപയാണ്. 4 പേർക്ക് വരെ താമസിക്കാം. അത് മാത്രമല്ല, ഈ ഒരു ബസ്സിൽ 16 പേർക്ക് ഒരേ സമയത്ത് താമസിക്കും. നമ്മളിതിൻ്റെ കൂടെ ചൂടുവെള്ളം, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ ഇത് നമ്മൾ പ്ലെൻറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിൽ 160 രൂപ തരുമ്പോൾ ഒരു ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ പില്ലോ കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നു. കേരളത്തിലാകെ 2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഒന്ന് സുൽത്താൻ ബത്തേരിയിലും മൂന്നാറിലും. സുൽത്താൻ ബത്തേരിയിൽ 5 ബസ്സുകളാണുള്ളത്. 5 ബസ്സിൽ നമുക്ക് 68ഓളം ആളുകൾ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. സുൽത്താൻ ബത്തേരിയിൽ ട്രിപ്പിന് വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്ന സോളോ ട്രാവലേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്നാൽ മതി. അതിനുള്ള സൗകര്യം സുൽത്താൻ ബത്തേരി KSRTC ഒരുക്കിയിട്ടുണ്ട്.
വയനാട്ടിലെത്തിയാൽ ചുരുങ്ങിയ ചെലവിൽ, അതും രാത്രിയിൽ, നമുക്ക് കുറച്ച് കാട്ടുമൃഗങ്ങളെയൊക്കെ കണ്ടുപോകാൻ കഴിയുന്ന ഒരു ജംഗിൾ സഫാരി ഉണ്ട്. അത് KSRTCയുടെ വകയാണ്. ആ ജംഗിൾ സഫാരി ഒന്ന് കയറി കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമോ നമുക്ക് നോക്കിയിട്ട് വരാം. വാ. തികച്ചും നമ്മൾ നിലവിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദമായ രീതിയിലാണ് KSRTC ജംഗിൾ സഫാരി നടത്തുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സുൽത്താൻ ബത്തേരി തുടങ്ങി പൊൻകുഴി, വടക്കനാട്, ഇരുളം എന്നിങ്ങനെ സുൽത്താൻ ബത്തേരിയിലെ 3 വന റീജിയൻസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. 80 കിലോമീറ്റർ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്യും. 3 മുതൽ 3.5 മണിക്കൂർ വരെയാണ് ജംഗിൾ സഫാരി നീണ്ടു നിൽക്കുന്നത്. ഒരാൾക്ക് 300 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ബസ്സിൽ 50 പേര് കൊള്ളും. ഇത്രയും ആളുകൾ യാത്ര ചെയ്യണമെങ്കിൽ ഏകദേശം 10ഓളം ജീപ്പുകളോ ചെറിയ വണ്ടികളോ വേണം. അപ്പോൾ അത്രയും യാത്രക്കാരെ ഒരു വണ്ടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതി മാലിന്യങ്ങളും എല്ലാം കുറച്ചുകൊണ്ടാണ് വളരെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ രീതിയിലാണ് KSRTC ജംഗിൾ സഫാരി നടത്തുന്നത്. വയനാടിൻ്റെ രാത്രി സൗന്ദര്യം നുകരുക. ഇതേപോലെ ഒരു വയനാട്ടിൽ നൈറ്റ് ലൈഫ് ഇല്ല. അപ്പോൾ വയനാട്ടിലെ രാത്രി സൗന്ദര്യം നുകരുക, വയനാടൻ കാടിൻ്റെ വശ്യഭംഗി ആസ്വദിക്കുക. അതിൻ്റെ കൂടെ ബോണസായിട്ട് വന്യമൃഗങ്ങളെ കാണാം. പക്ഷേ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ വയനാടിൻ്റെ നല്ല വായു ശ്വസിച്ചുകൊണ്ട് വയനാടിൻ്റെ നൈറ്റ് ലൈഫ് ഫീൽ ചെയ്യുക.